രണ്ടാഴ്ചയാണ് പുതിയ ടയർ ട്യൂബ് വാങ്ങിച്ചിട്ട്. ഇന്നലെ കൊണ്ടുവയ്ക്കുമ്പോൾ ഒരു കുഴപ്പമില്ലായിരുന്നു. അവൻ വല്ലതും ചെയ്തതാ? ഇല്ല, ഞാൻ പറഞ്ഞില്ലേ എല്ലാവരും നമുക്ക് അനുകൂലമായിട്ട് നിൽപ്പുണ്ട്. ഞാൻ അന്വേഷിച്ച മേഖലയിൽ നിന്നൊക്കെ ഇതന്നെ പറ്റി രാവിലെ തന്നെ വണ്ടിയിലോട്ട് നോക്കി. ഒന്നും പറയണ്ട തങ്കം ചേച്ചി, ഇതേ വീണ്ടും പഞ്ചറായി. അയ്യോ, കഴിഞ്ഞ ആഴ്ച ട്യൂബും ടയറൊക്കെ മാറ്റിട്ടതാ. ആ പറ്റി? എന്റെ പിന്നിൽ ആരുടെങ്കിലും കളി ഉണ്ടോന്ന് എന്റെ ഒരു സംശയം. നീ ഇപ്പൊ പറഞ്ഞത് എനിക്ക് മനസ്സിലായി ആരെ ഉദ്ദേശിച്ചാണെന്നുള്ളത്. ഇതിന്റെ പിന്നിൽ എന്റെ കൈകളാണെന്നാണല്ലോ നീ പറഞ്ഞു വരണം അല്ലേ? നിന്റെ വെറും കൈയല്ലടാ, നിന്റെ കറുത്ത കരങ്ങളാണോ എന്ന് എനിക്ക് നല്ല സംശയമുണ്ട്. അമ്പളിക്കുട്ടാ, എനിക്ക് നിന്നോട് എന്തെങ്കിലും ചെയ്യാനോ പറയാനോ ഉണ്ടെങ്കിൽ ഞാൻ നേരിട്ട് മുഖത്ത് നോക്കി പറയും. അത് ഞാൻ നേരിട്ട് ഒന്ന് ചെയ്യും. അല്ലാതെ എനിക്ക് ഒളിയും പറയാൻ ആവശ്യമൊന്നുമില്ല കേട്ടാ. അതെനിക്കറിയാം നീയൊക്കെ ചെയ്യുമെന്നുള്ളത്. എവിടെ പോണ പിള്ളേട്ട് ആരെ വിളിപ്പിക്കാൻ രാവിലെ? പോലീസ് സേന എന്ന് കേട്ടിട്ടുണ്ടോ? ആ പോലീസ് സേനയെ ഒന്ന് വെളുപ്പിക്കാൻ പോവാ ഞാൻ അടിമുടി. പോലീസ് സേനനെ വിളിപ്പിക്കാനോ? പോലീസ് ആനയല്ലേ ചേന. പോലീസ് ഡിപ്പാർട്ട്മെന്റ് എന്ന് കേട്ടിട്ടുണ്ടോ? എവിടെ? അത് പത്രമൊന്നും വായിക്കാറില്ല. പത്രത്തിൽ വല്ലതും കണ്ടോ? പോലീസിൽ ദാസ്യപ്പണി അതിനെതിരെ സമരം ചെയ്യാൻ പോവാ ക്ലീറ്റോ. ആണോ? അതിന് നീ അവിടെ പോയി എന്തോന്ന് കാണിക്കാൻ പോണത്? ഞാൻ എന്ത് കാണിക്കാൻ പോണെന്ന് നിനക്ക് വഴിയെ കാണാം. എടാ, ഒന്നുമില്ലെങ്കിൽ എന്റെ കുടുംബത്തിലുണ്ട് ഒരു പോലീസുകാരൻ. ഈ മേലുദ്യോഗസ്ഥർ കാണിക്കുന്നത് മര്യാദയാണ്. കീഴുദ്യോഗസ്ഥരെ കൊണ്ട് മറ്റേ പട്ടിയെ കുളിപ്പിക്കുക, തുണി കഴിക്കുക, പാത്രം കഴിക്കുക, അടുക്കളപ്പണി ചെയ്യിക്കുക, വണ്ടി ഓടിക്കുക, പോരാത്തതിന് അവരെ വായിരിക്കണം തെറിയും കേൾപ്പിക്കുക. ഇതൊന്നും കണ്ടിട്ടേ എന്നെ പോലെ ഒരു രാഷ്ട്രീയക്കാരനെ നോക്കിയിരിക്കാനൊന്നും പറ്റില്ല. എന്റെ പൊന്നളിയ, ഇത് കാലാകാലങ്ങളിൽ നടന്നു വരുന്ന കാര്യങ്ങളാണ്. അതിപ്പോ വന്നതല്ല. അത് മനസ്സിലാക്ക്. അതൊക്കെ ശരി തന്നെ. പക്ഷേ ഇതൊക്കെ എന്റെ ചെവിയിലെത്തിയത് ഇപ്പോഴാണ്. ഇതും കേട്ടിട്ട് വെറുതെ ഇരിക്കാൻ ക്ലീറ്റസിന് പറ്റൂല. നിങ്ങൾക്ക് പറ്റുമായിരിക്കും, നിങ്ങളുടെ പാർട്ടിക്കാരുടെ രീതി അങ്ങനെയാണല്ലോ. അതിന് സമരം ചെയ്യാൻ പോവാണ്. അതിനെതിരെ ശക്തമായിട്ട് സമരമായിട്ട് ഞാൻ ഇറങ്ങിയിരിക്കുകയാണ്. ആർക്കെതിരെയാണ് സമരം ചെയ്യുന്നു എന്നുള്ളത് അറിയാമോ? കേരള പോലീസിനെതിരെയാണ്. അടിച്ചമാരെ എല്ലൊടിക്കും. ഈ കേരള പോലീസിലെ വെറും 10% വരുന്ന മേലുദ്യോഗസ്ഥർക്കെതിരെയാണ് ഞാൻ സമരം ചെയ്യാൻ പോണത്. ബാക്കിയുള്ള 90% കീഴുദ്യോഗസ്ഥരും എന്റെ കൂടെ ഉണ്ട്. അതുകൊണ്ട് ഈ സമരം വിജയിക്കാൻ അത് തന്നെ ധാരാളമാ. എന്റെ പൊന്നളിയ, ഇതൊക്കെ കേൾക്കാൻ നല്ല രസമുണ്ട്. പ്രാവർത്തികമാക്കണം. കാണിച്ചു തരാം. ഈ ഒരു കാര്യം ചെയ്യ്, പെട്ടെന്ന് റെഡിയാ എന്റെ കൂടെ വന്നാൽ സെക്രട്ടറി കടയിൽ വാ, ലൈവായിട്ട് കാണാം. എനിക്ക് പോലീസിന്റെ അടികൊള്ളാൻ വലിയ താല്പര്യമൊന്നുമില്ല. വേണ്ട, നീ വരണ്ടേ. നീ വീട്ടിൽ TV ഇരുന്ന് ലൈവ് കാണാം. ഞാൻ ഇവിടെ നിന്ന് കണ്ടോളാം. എന്തായാലും അറിയാ, അഭിനന്ദനങ്ങൾ. പോയിട്ട് വാ. നല്ല പൊതുപ്രവർത്തകൻ. രാഷ്ട്രീയത്തിലോട്ട് ഇപ്പൊ അങ്ങോട്ട് ഇറങ്ങി തുടങ്ങിയല്ലേ ഉള്ളൂ. പിച്ച വെച്ച് വരണല്ലേ ഉള്ളൂ. നീ ഒരുപാട് കാര്യങ്ങൾ എന്നെ നിന്ന് മനസ്സിലാക്കാനുണ്ട് കേട്ടാ. നിന്നെ ഒരിക്കലും എനിക്ക് ഒന്നും പഠിക്കണ്ട. ഞാൻ വേറെ നല്ല രാഷ്ട്രീയക്കാരുണ്ട്, അവരെന്ന് പഠിച്ചോളാം. പോയിട്ട് വാ. കൂടാ ഇപ്പം തട്ടിക്കൂട്ടും